പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആ പെൺകുട്ടി, ആ അതിജീവിത, അവൾ മാനസികമായും ശാരീരികമായും സാമൂഹികമായും ഒറ്റയ്ക്ക് പോരാടുകയാണ്. ആ പെൺകുട്ടിയെ ഈ സൈബറിടത്തിൽ കഴുകന്മാരെ പോലെ കൊത്തിവലിക്കുന്ന ഒരു വിഭാഗമുള്ളത് ആശങ്കാജനകമായ സാഹചര്യം തന്നെയാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ വോട്ട് കൊടുത്ത് തിരഞ്ഞെടുത്ത ഒരു നിയമസഭാ സാമാജികനാണ് ഒരു കുറ്റത്തിന്റെ നിഴലിൽ നിൽക്കുന്നത്. അദ്ദേഹത്തെ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന്, അതായത് ആ വേട്ടക്കാരന് ഇരട്ടി ഊർജ്ജം നൽകിക്കൊണ്ട് ആ പെൺകുട്ടിയെ വലിച്ചു കീറുന്നവർ ഓർക്കുക, ഇത് നമുക്ക് വേണ്ടിയുള്ള തീരുമാനം കൂടിയാണ്. ഇത്തരത്തിലുള്ള നിയമസഭാ സാമാജികന്മാരെ നമുക്ക് വേണമോ എന്നാണ് ഓരോ പ്രേക്ഷകരും ചിന്തിക്കേണ്ടത്. എന്തായാലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം. രാഹുൽ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കാതെ അന്വേഷണ സംഘം. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫ്ളാറ്റിൽ പ്രത്യേക അന്വേഷണ സംഘം 4 മണിക്കൂറാണ് നീണ്ട പരിശോധന നടത്തിയത്. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. അതേസമയം ഒളിയിൽ പോയ സമയം വരെയുള്ള രാഹുലിന്റെ CCTV ദൃശ്യങ്ങളും പ്രത്യേക അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ തിരുവനന്തപുരത്തു നിന്നും എത്തിയ അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ഫ്ളാറ്റിൽ അടക്കം പരിശോധന നടത്തി. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. എന്നാൽ അതിജീവിതയെ ഫ്ളാറ്റിൽ എത്തിച്ച സമയത്തുള്ള ദൃശ്യങ്ങൾ സംഘത്തിന് ലഭിച്ചിട്ടില്ല. രാഹുൽ ഫ്ളാറ്റിൽ നിന്നും അവസാനമായി ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകി 3 ദിവസം പിന്നിട്ടിട്ടും ഇതുവരെ രാഹുലിനെ അന്വേഷണ സംഘത്തിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസ് നേതൃത്വത്തിന്റെ സംരക്ഷണയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് സൂചന. രാഹുലിന്റെ മൊബൈൽ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണ്. രാഹുൽ മുങ്ങിയ വഴി കണ്ടെത്താൻ പാലക്കാട് പോലീസ് പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട്. നഗരത്തിലെ 9 ഇടങ്ങളിലെ CCTV ക്യാമറകൾ പോലീസ് പരിശോധിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് കണ്ണാടിയിൽ നിന്നും മുങ്ങിയത് മുതലുള്ള ദൃശ്യങ്ങൾ ആണ് പരിശോധിച്ചത്. SIT-യുടെ ആവശ്യപ്രകാരം സ്പെഷ്യൽ ബ്രാഞ്ച് ആണ് പരിശോധന നടത്തിയത്. ക്യാമറാമാൻ സന്തോഷ് കാവലക്കാടിനൊപ്പം ശിവദാസ് കന്മനം, ജനം, പാലക്കാട്.